السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا رسول الله يا حبيب الله يا رحمة للعالمين. ആദരണീയരായ ഇവിടെ ആമുഖ പ്രഭാഷണം നിർവഹിച്ച സംഘടനയുടെ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി അഭിനന്ദ സുഹൃത്ത് അനീസ് ഫൈസി മാവണ്ടിയൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ സുബൈർ ഫൈസി മാവണ്ടിയൂർ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച അസീസ് പുറമണ്ണൂർ, നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ വിവിധങ്ങളായ സംഘടനകളുടെയും ഒക്കെ നേതാക്കളെ, നല്ലവരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, ഓൺലൈനിലൂടെ നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അനുഗ്രഹീത സംഗമത്തെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള മജ്ലിസിൽ സർവശക്തനായ റബ്ബ് നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ നേതാക്കൾക്ക് പിന്നിൽ അണിനിരന്ന് ഇഖ്ലാസോടുകൂടെ ഈ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞ മഹാന്മാരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, പ്രവർത്തകന്മാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ദറജ അല്ലാഹു തആല ഉയർത്തട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായി 1989 രൂപീകരിക്കപ്പെട്ട SKSSF ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായിട്ടുള്ള ക്യാമ്പയിനുകളും വ്യത്യസ്തമായ പദ്ധതികളുമായി അതിൻ്റെ സംഘടനാ പ്രവർത്തനം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിനുമായി ഈ സംഘടന അതിൻ്റെ പ്രവർത്തന ഗോതയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ്. സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ സർവാധരണനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പെരിന്തൽമണ്ണയിൽ വെച്ച്
ഈ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയും മേഖല, ജില്ലാ, ക്ലസ്റ്റർ തലങ്ങളിൽ വളരെ വിപുലമായ പരിപാടികളോടുകൂടെ ആദർശം അമാനത്താണെന്ന പേരിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ആദർശ സംരക്ഷണമെന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ രൂപീകരണത്തിന് അതിൻ്റെ ലക്ഷ്യത്തിലെ മർമ്മപ്രധാനമായ ഒരു കാര്യമായിട്ടാണ് അതിൻ്റെ ഭരണഘടനയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ആദർശം സംരക്ഷിക്കാൻ കടന്നു വന്നത് മുൻ പ്രഭാഷകന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന് കേട്ട് പരിചയമില്ലാത്ത വ്യത്യസ്തമായ ആദർശങ്ങളുമായി പല ആളുകളും കടന്നു വന്ന സാഹചര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാമും നമ്മുടെ മുമ്പിൽ കാട്ടിത്തന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ വഴികളിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിന് കൊണ്ടുപോകാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ബിദ്അത്തിന്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥ ആദർശ സംരക്ഷണം സമസ്ത കേരള ജംഇയ്യത്തുൽമ ഏറ്റെടുത്ത് ഇതുവരെ നിർവഹിച്ചു വരുന്നത്. അന്ന് നമ്മൾ ആരംഭിച്ചതാണ് ആദർശ സംരക്ഷണം എന്നത്. ഇപ്പോൾ ഒരു പുതിയ സംരക്ഷണമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽമ രൂപീകരിച്ച കാലം മുതൽ തന്നെ അതിൻ്റെ പ്രധാനമായ ലക്ഷ്യമെന്നത് യഥാർത്ഥ ആദർശത്തെ ഇവിടെ നിലനിർത്തുക എന്നതായിരുന്നു. എന്തിനാണ് യഥാർത്ഥ ആദർശത്തെ നിലനിർത്തുന്നത്? മുസ്ലിം വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹമായി ഇവിടെ നിലനിൽക്കണമെന്ന് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങളുടെ, മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയുടെ ഭാഗമായിട്ടാണ്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും രീതിയിലൂടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ സഞ്ചരിച്ചാൽ പോരാ. ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴികളിലൂടെ അവർ സഞ്ചരിക്കണം. ഈമാനും ഇസ്ലാമും ഹിദായത്തുമുള്ളവരായി അവരിവിടെ മരണം വരെ നിലനിൽക്കണം. അവരും അവരുടെ സന്താന പരമ്പരകളും ആ വഴികളെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മുടെ മഹാരഥന്മാരായ സാത്വികന്മാരായ പണ്ഡിതന്മാർ വളരെ ആയത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടും ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരു തലമുറ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴികളിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്ന വലിയ പേടിയും ഭയവും നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ വലിയൊരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ ഇറങ്ങി തിരിച്ചത്. 98 വർഷം പൂർത്തീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽമ എന്ന മഹത്തായ പ്രസ്ഥാനം അൽഹംദുലില്ലാഹ് ഈ കാലം വരെയും ആ വലിയ ദൗത്യം വളരെ കൃത്യമായി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആദർശപരമായ വിഷയത്തിൽ മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ചില പണ്ഡിതന്മാർ, ആലിമീങ്ങൾ അവരിങ്ങനെ ഫിഖിയായ കാര്യങ്ങളും മസ്അലപരമായ കാര്യങ്ങളുമൊക്കെ സമൂഹത്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ആലിമീങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ പറയുന്നവർ, ഇതിന്റെ ഡ്രൈവർമാർക്ക് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി വരുന്നവർ, ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ ശുദ്ധീകരണം ഉണ്ടാക്കണമെന്ന് അവകാശപ്പെടുന്നവർ, പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽമ ആദർശപരമായ സംരക്ഷണങ്ങൾ ഈമാനികമായ ഒരു മഹത്തായ അതിർവരമ്പിൽ നിന്ന് ഈ ഉമ്മത്ത് വ്യതിചലിക്കാതെ സംരക്ഷിക്കലോടുകൂടെ തന്നെ ഈ ഉമ്മത്തിന്, സമുദായത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും ഈ സമുദായത്തിനെ വഴിതിരിച്ചുവിടുന്ന വലിയ പ്രക്രിയയാണ്, പ്രവർത്തനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ 98 വർഷത്തെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളർന്ന് പന്തലിച്ച് ഇന്ന് ലോകത്ത് 27 രാഷ്ട്രങ്ങളിൽ, 27 സംസ്ഥാനങ്ങളിലല്ല, ലോകത്തെ 27 രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കോഴിക്കോട്ട് സമസ്തയുടെ ഓഫീസിൽ നിന്ന് ഈ ലേണിംഗ് സംവിധാനത്തിലൂടെ, മദ്രസ സംവിധാനം ഓൺലൈൻ സംവിധാനത്തിലൂടെ നടത്തുവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽമ പ്രാപ്തമാകുന്ന അവസ്ഥയിലേക്ക്
ഇന്ന് ഈ മഹത്തായ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഇവിടെ യഥാർത്ഥമായ ദീന് പഠിപ്പിക്കുന്നത്, യഥാർത്ഥമായ ദീനിന്റെ വരികൾ കൊടുക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഒരു നാട്ടിൽ മദ്രസയുണ്ടാക്കിയാൽ ആ മദ്രസ നിങ്ങൾ സമസ്തയുടെ സിലബസിലാക്കണമെന്ന് പറഞ്ഞ് സമസ്തയുടെ നേതാക്കന്മാർ ഇങ്ങോട്ട് അന്വേഷിച്ചു വരാറില്ല. അവരോട് ഇത് സമസ്തയുടെ സിലബസ് ആക്കണമെന്ന് അവകാശപ്പെടാറുമില്ല. നാട്ടിലുള്ള പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടി നമ്മുടെ മദ്രസ ഏത് സിലബസ് പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും അവര് മുശാവറ നടത്തുകയും അവര് യോഗം ചേരുകയും ചെയ്തുകൊണ്ട് തീരുമാനിക്കുകയാണ് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കേണ്ട സിലബസ് അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ആയിരിക്കണം. എന്താണ് ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം? ദീനിന്റെ യഥാർത്ഥമായ വഴി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന സംഘടന അത് സമസ്ത കേരള ജംഇയ്യത്തുൽമയാണെന്ന് ഇവിടത്തെ പൊതുബോധത്തിനറിയാം. ഇവിടത്തെ സാധാരണക്കാരായ മനുഷ്യന്മാർക്കറിയാം. നമ്മുടെ വളർന്നു വരുന്ന പ്രിയപ്പെട്ട മക്കൾ ചെറിയ പ്രായത്തിലെ സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സമസ്തയുടെ കീഴിലുള്ള വലിയൊരു വിപ്ലവാത്മകമായ വിദ്യാഭ്യാസ സംവിധാനമാണ് അൽബിർ എന്ന് പറയുന്ന സംവിധാനം. കേരളത്തിന്റെ അകത്തും പുറത്തും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലുമായി 500-ൽ പരം വരുന്ന അൽബിർ സംവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രായം എത്രയാണ്? 3.5 വയസ്സുള്ള കുട്ടികളാണ് അൽബിറിൽ പഠിക്കാൻ അവർ ആരംഭം കുറിക്കുന്നത്. 3.5 വയസ്സുള്ള കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സിലേക്ക് കൊത്തിവെക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായിട്ടാണ്. അസ്മി എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം നടക്കുന്നു. സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSF-ന്റെ കീഴിൽ ട്രൻഡിന്റെ ആഭിമുഖ്യത്തിലായി 90ഓളം വരുന്ന പ്രീ സ്കൂളുകൾ കേരളത്തിന്റെ അകത്തും പുറത്തുമായി പ്രവർത്തിക്കുകയാണ്. ഞാൻ പറയുന്നത് മുതിർന്നവരിൽ മാത്രമല്ല, പ്രായമുള്ളവരിൽ മാത്രമല്ല, 3-3.5 വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ വരെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴികൾ അവരുടെ മാനസാന്തരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിക്കുന്ന പ്രസ്ഥാനം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 11,000-ഓളം വരുന്ന മദ്രസകൾ ഇന്ന് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലുണ്ട്, തൊട്ടടുത്ത മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്, അന്തമാൻ ലക്ഷദ്വീപുകളിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. വളരെ വിശാലമായി സമസ്തയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവിടെയുള്ള ജനങ്ങൾ, അവിടെ എത്തുന്ന ആളുകൾ, മറ്റു ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികൾ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ഇതൊക്കെ കുറച്ച് കാക്കാര് നടത്തുന്ന, പയഞ്ചന്മാര് നടത്തുന്ന, ഉയർന്ന് ചിന്തിക്കാത്ത ആളുകൾ നടത്തുന്ന സംവിധാനമാണെന്ന് പറഞ്ഞ് ഇതിനെ കൊച്ചാക്കുന്നവര്, കളിയാക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കാക്കാര് നടത്തുന്ന സംവിധാനമായിരുന്നുവെങ്കിൽ ഇവിടത്തെ ഗ്രാമങ്ങളിലുള്ള ഓരോ മദ്രസകളും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ആകണമെന്ന് ജനങ്ങൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി യഥാർത്ഥമായ ദീനിന്റെ വഴികൾ സമൂഹത്തിലേക്ക് വിളംബരം ചെയ്യുന്നതിൽ ഏറ്റവും കൃത്യമായ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽമയാണ്. നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽമ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം 921 കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെടാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും യഥാർത്ഥമായ വിശ്വാസധാരയിൽ നിന്ന്, യഥാർത്ഥമായ ദീനിന്റെ വഴികളിൽ നിന്ന് നമ്മളും നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരും വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങളിലൂടെ, മഹാരഥന്മാരായ സാദാത്യങ്ങളിലൂടെ ഈ മഹത്തായ സംഘശക്തിയെ കേരളീയ സമൂഹത്തിന് ഒരു സൗഭാഗ്യമായി തന്നതിന്റെ പരിണിത ഫലമാണ് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളുടെയും എല്ലാ വിജയങ്ങളുടെയും കാരണമെന്ന് നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തിനെ എന്തുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ആളുകൾ പ്രതിരോധിച്ചു? ആശയപരമായ വൈകല്യങ്ങൾ മാത്രമുള്ളത് കൊണ്ടല്ല, ആദർശപരമായിട്ടുള്ള പാപ്പരത്വമുള്ളത് കൊണ്ട് മാത്രമല്ല. ജമാഅത്ത് ഇസ്ലാമിനെ, തബ്ലീഗ് ജമാഅത്തിനെ, ഇവിടത്തെ 8-ൽ പരം വരുന്ന മുജാഹിദ് പ്രസ്ഥാനങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽമ ഇത്രമേൽ പ്രതിരോധിക്കുവാനുള്ള കാരണം അവരുടെ ആശയപരമായ വൈകല്യങ്ങളോട് കൂടെ തന്നെ ഈ രാജ്യത്തിന് പോലും ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന്
നമ്മുടെ മഹത്തുക്കളായ നേതാക്കന്മാർ കാലയെ കൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് മഹാനായ ശൈഖുന ശംസുൽ പറയുന്നുണ്ട്, ഈ രാജ്യത്തെ ബഹുസ്വരത, ഈ രാജ്യത്തെ മതേതരത്വം, ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും തമ്മിലുള്ള വളരെ സ്നേഹത്തോടുകൂടിയുള്ള നിലനിൽപ്പ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിലനിൽക്കണം. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണമെന്ന്, അതിനെ നിലനിർത്താൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മഹാനായ ശൈഖുന ശംസുൽ ഉലമായി തങ്ങൾ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നിലനിൽക്കൽ മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നിലനിർത്തലോടുകൂടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു പൂന്തോട്ടമായിട്ടുള്ള ഇന്ത്യയിലെ ബഹുസ്വരതയെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കണമെന്ന് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ ദീർഘദൃഷ്ടിയോടുകൂടെ ചിന്തിച്ചത് കൊണ്ടാണ് ബിദ്അത്തിനെ ശക്തമായി പ്രതിരോധിക്കാൻ അവർ മുന്നോട്ട് വന്നത്. ബിദ്അത്തിനെതിരെ നമ്മൾ ആദർശപരമായ പ്രസംഗം നടത്തുമ്പോൾ, ബിദ്അത്തിന്റെ പാപരങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ, ബിദ്അത്തിന്റെ പോരായ്മകൾ നമ്മൾ കൃത്യമായി സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുമ്പോൾ പലരും നമ്മളോട് ചോദിക്കും, ഇവിടെ സാമ്പാൽ പള്ളി ഉൾപ്പെടെയുള്ള ഈദ്ഗാഹ് മസ്ജിദ് ഉൾപ്പെടെയുള്ള അജ്മീറിലെ വിശുദ്ധമായ ദർഗ ഉൾപ്പെടെയുള്ള ധാരാളം പള്ളികൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് മുസ്ലിം സമുദായത്തിനോടും രാജ്യത്തിനോടും അത്തരം സമകാലികമായ വിഷയങ്ങളൊക്കെ പറയാനുള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ബിദ്അത്തിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അത്തരക്കാരോട് വളരെ വിനീതമായി നമ്മൾ പറയുകയാണ്, ബിദ്അത്തിനെ നിങ്ങൾ പഠിക്കണം. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ പാപ്പരത്വം നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ പ്രഭാഷകൻ നടത്തിയൊരു പ്രസംഗം ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഗൗരവകരമായ വാക്കുണ്ട്. അയാൾ പറയുന്നത്, ഒരു മുസ്ലിമായ സുഹൃത്ത് അവരുടെ വീട് പൂട്ടിയിട്ട് എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ, വീട് പൂട്ടി 1-2 ദിവസം അവർ ടൂർ പോവുകയാണെങ്കിൽ, മറ്റൊരു കുടുംബത്തിലേക്ക് പോവുകയാണെങ്കിൽ, അവരുടെ വീടിന്റെ താക്കോൽ അവന്റെ അയൽവാസി ഹൈന്ദവ സുഹൃത്താണെങ്കിൽ അവരുടെ വീട്ടിൽ നിങ്ങൾ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രഭാഷണം ഇന്നും നമ്മുടെ യൂട്യൂബിൽ ഇവിടുത്തെ ബിദ്അത്തിന്റെ സമുന്നതനായ പ്രഭാഷകന്റെ പ്രഭാഷണം വളരെ കൃത്യമായി നമുക്ക് കിട്ടുന്നതാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണ്ടേ. ഈ രാജ്യത്ത് ഇവിടെ മറ്റുള്ള മതവിഭാഗങ്ങൾക്കിടയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രാജ്യം വിട്ടുപോകുകയാണ്, ഹിജ്റ പോവുകയാണെന്ന് പറഞ്ഞ് ഹിജ്റ പോയ ഇവിടുത്തെ ബിദ്അത്തുകാർ എന്തൊരു അപകടമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്നാ നിങ്ങൾ ചരിത്രം പഠിക്ക്. കഴിഞ്ഞ 98 വർഷക്കാലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം കേരളത്തിന്റെ അകത്തും പുറത്തുമായി വിശാലമായി പ്രവർത്തിക്കുകയാണ്, അനുദിനം വളർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ആ മഹത്തായ സംഘത്തിന്റെ ഏതെങ്കിലും ഒരാളുടെ പേരിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രഭാഷണങ്ങളോ പ്രവർത്തനങ്ങളോ നടന്നത് നമുക്കാർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? കാരണം എന്താണ്? നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറഞ്ഞു കൊടുക്കലോടുകൂടെ തന്നെ വിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ വഴികൾ ഒരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നയങ്ങൾ, നിലപാടുകൾ വളരെ കൃത്യമായി നമ്മൾ കൊടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം പള്ളികൾക്കെതിരെ RSSകാര്, തീവ്ര ഹിന്ദു മനോഭാവമുള്ള ആളുകൾ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള പള്ളികളൊക്കെ അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ് 991 ഇന്ത്യയുടെ ആരാധനാലയ നിയമത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ചില ഹർജികളൊക്കെ കീഴ്കോടതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയ സംബന്ധിയായി ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സമീപിക്കാൻ മുന്നോട്ട് വന്ന മതസംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകൾ ഉണ്ടല്ലോ. ഇന്ന് വരെ ഈ വിഷയ സംബന്ധിയായി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു കേസിന് പോകുകയോ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നീക്കുപോക്കുകൾ നടത്തുവാനോ ഇവിടത്തെ ഒരൊറ്റ മുസ്ലിം സംഘടന മുന്നോട്ട് വന്നിട്ടില്ല. ഈ സമയത്ത് നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും, നമ്മൾ ആവേശമായി ഉയർത്തിപ്പിടിക്കുന്ന
നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് നിലവിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഭീഷണിയായ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടു. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇവിടത്തെ സമുന്നതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേസുകൾ ഫയൽ ചെയ്തു. അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് എന്താണ്? ഇത്തരം വിഷയത്തിൽ 991 ആരാധനാലയ നിയമങ്ങൾ മറികടന്നുകൊണ്ട് ഒരു കീഴ്കോടതിയും ഒരു വിഷയത്തിനും ഒരു ഫയൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി വിധി പറഞ്ഞത് നമ്മുടെ ഇന്ത്യ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇടപെടൽ ഇനി നിങ്ങൾ നോക്കൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയാണ് SKSSF. ഈ SKSSF ആണ് ആദ്യമായിട്ട് ഈ വിഷയ സംബന്ധിയായി ഒരു മതസംഘടനയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥി വിജയ പ്രസ്ഥാനത്തിൽ നിന്ന് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആരാധനാലയ നിയമങ്ങൾ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായൊരു പ്രതിഷേധ പരിപാടി നടത്തിയത് ഏത് സംഘടനയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും. ഞാനും നിങ്ങളുമൊക്കെ മെമ്പറായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ SKSSF എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഈ വിഷയത്തിൽ ആദ്യമായി ഇടപെട്ട് ഒരു പൊതു രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാർ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തി അതിന്റെ പ്രതിഷേധം നമ്മൾ ശക്തമായി അറിയിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൃത്യമായൊരു ഭാഗത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജ്യത്തിന് അഭികാമ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, രാജ്യത്തിന് നന്മയുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, രാജ്യത്തെ മനുഷ്യരെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും നേതൃപരമായ പങ്ക് വഹിക്കുകയും അതിന്റെ ദൗത്യങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദർശപരമായ സംരക്ഷണം മാത്രമല്ല സമസ്ത നമുക്ക് നൽകുന്നത്, ഈ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള സംരക്ഷണം പോലും ഇവിടത്തെ കോടതികളിൽ നിന്ന് ലഭിക്കേണ്ടത്, ഭരണാധികാരി ലഭിക്കേണ്ടത് കൃത്യമായി സമസ്ത നമുക്ക് വാങ്ങിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ചിലപ്പോൾ കാണേണ്ടി വരും, അവരെ സന്ദർശിക്കേണ്ടി വരും, അവരുമായി ഫോണിലൂടെയോ നേരിട്ടോ സംസാരിക്കേണ്ടി വരും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയോട് പറയേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ കോടതിയോട് പറയേണ്ട കാര്യങ്ങൾ അതാത് കാലഘട്ടത്തിൽ ആരാണോ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ഇവിടത്തെ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ കാവൽപ്പടന്മാരായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പോഴൊക്കെ ചാനലുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ഒരു ഭാഗത്ത് ചില ചാനലുകൾ സമസ്തയുടെ നിലവിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കി സമൂഹത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ, നമ്മൾ അങ്ങനെ ചെയ്യുന്ന മാധ്യമങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സമുദായത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്ന ദൗത്യങ്ങളും അതിന്റെ വലിപ്പവും വണ്ണവും ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇതിന്റെ ആളാണെന്ന് പറഞ്ഞ് ഇത്രകാലം ഇതിന്റെ ഉള്ളിൽ നിന്നിട്ടും ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ കഴിഞ്ഞ ദിവസം ചില ചാനലുകളിൽ നിലവിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില അവരുടെ വിശദീകരണങ്ങൾ, കാഴ്ചപ്പാടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഞാനൊക്കെ സമസ്തക്കാരാണ്, ഞങ്ങളൊക്കെ സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവരാണ് എന്ന് അഭിമാനത്തോടുകൂടെ പറയുന്നവർ, നമ്മൾ അവരെ മോശാക്കണില്ല. അങ്ങനെ പറയുന്ന പലരും പ്രിയമുള്ളവരെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിപ്പവും വണ്ണവും മനസ്സിലാക്കുന്നതിനേക്കാൾ പുറത്തുള്ള ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൃത്യമായി മനസ്സിലാക്കിയതിന്റെ ഒരുപാട് അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ വിശുദ്ധമായ സംഘത്തിന് കരുത്തു പകരാൻ, അതിന്റെ ആദർശങ്ങൾ കരുത്തു പകരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അഭിമന്യനായ നേതാവ്, ബഹുമാന്യനായ സദസ്സ് പ്രതീക്ഷിക്കുന്ന സുന്നി ജനസംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. സംഘാടകർക്ക് വേണ്ടി ഹൃദ്യമായി അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ രംഗത്തും നമ്മുടെ ശ്രദ്ധയുണ്ട്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ വേണ്ടതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നു. പൊതുവായിട്ടുള്ള മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അതിൽ നമ്മൾ ഇടപെടുന്നു. ഇനി സ്ത്രീ വിദ്യാഭ്യാസമാണെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല.
എന്ന് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കുന്നവരുണ്ട്. നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരംഭിച്ചിട്ടുള്ള 500-ൽ പരം വരുന്ന സ്ഥാപനങ്ങൾ ഫദീല എന്ന് പറയുന്ന കോഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലുണ്ട്, കേരളത്തിന്റെ പുറത്തുണ്ട്. ഇന്ന് പലരും അഭിമാനത്തോടു കൂടെ പറയും, എന്റെ മകള് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഫദീല കോഴ്സിന് പഠിക്കുകയാണ്. അതുപോലെ അടുത്തായി രൂപം കൊണ്ട കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ രൂപീകരിച്ച സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന SNEC എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ കീഴിൽ വലിയ പെൺകുട്ടികൾക്ക് ഉന്നതമായി പഠിക്കാനുള്ള മതബൗദ്ധിക സമന്വയ കേന്ദ്രങ്ങൾ ഇന്ന് സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്ത നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോടെ വന്ന് ചോദിച്ചാൽ SLC പരീക്ഷയിലൊക്കെ ഫിസിക്സിൽ, അത് സയൻസിലൊക്കെ ഉന്നതമായ മാർക്ക് വാങ്ങിച്ച് MBBS-നൊക്കെ പ്രതീക്ഷിക്കുന്ന നീറ്റ് പരീക്ഷയെ നേരിടാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള വലിയ സംവിധാനത്തോടുകൂടെയാണ് സമസ്ത കേരള ഇസ്ലാം ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ തന്നെ SNEC എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ സനാഇയ എന്ന് പറയുന്ന പ്രത്യേകമായ ഡിഗ്രി കൊടുത്തുകൊണ്ട് നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ നോക്കും, മദ്രസകളിൽ 10ാം ക്ലാസ്സിൽ, 11ാം ക്ലാസ്സിൽ, 12ാം ക്ലാസ്സിൽ വരെ മുതിർന്ന പ്രായമുള്ള പെൺകുട്ടികൾ സമസ്തയുടെ മദ്രസകൾ പഠിക്കുന്നില്ലേ? അവരുടെ വിദ്യാഭ്യാസം എവിടെയാണ് സമസ്ത തടഞ്ഞത്? എവിടെയും നിർത്തിവെച്ചിട്ടില്ല. നമ്മുടെ മദ്രസകളിലുള്ള പ്രിയപ്പെട്ട ഉസ്താദന്മാരടക്കമുള്ളവർ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടാണ് ഇന്ന് കാണുന്ന പല വിദ്യാഭ്യാസ പെൺകുട്ടികൾ പഠിക്കുന്ന സംവിധാനങ്ങളിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പോയത്. ഞാൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാനത്തിൽ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ SLC പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള പെൺകുട്ടികളെ അത്തരം സിലബസിൽ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ നന്നായി ഇടപെടുകയും ആ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ നൽകുകയും അവരോട് അതിന്റെ മഹത്വങ്ങളും ഗുണങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന വലിയ വലിയ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിന്റെ, പ്രവർത്തകന്മാരുടെ, അതിന്റെ സഹായികളുടെ ഒക്കെ ഇടപെടലോടുകൂടിയാണ് പ്രിയമുള്ളവരെ അത്തരം സംവിധാനങ്ങൾക്ക് ഇവിടെ വളർന്നു പന്തലിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ ആ സംവിധാനത്തിലേക്ക് പെൺകുട്ടികളെ പറഞ്ഞയച്ചത്? അവിടെ മതബൗദ്ധിക സമന്വയം ഉണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കപ്പെടുന്ന ഒരു കോഴ്സ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരുടെ അവരുടെ വോയിസുകളും അവരുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് സമസ്തയുടെ ഒരു സംവിധാനം എന്ന നിലക്കാണ് പ്രിയമുള്ളവരെ അത്തരം കോഴ്സുകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കൊണ്ടുപോയി ചേർത്തത്. ആ മക്കൾ വിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന നിബന്ധന നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ പ്രഭാഷണങ്ങളിൽ, അവരുടെ ചില പ്രവർത്തനങ്ങളിൽ അത്തരം വിഷയങ്ങൾ കാണുമ്പോൾ അതിനെ തടയിടേണ്ടത് അതിന് നേതൃത്വം നൽകുന്ന സംഘടന എന്ന നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഡ്രൈവർമാർ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഡ്രൈവർമാർ ഈ വണ്ടിയെ എവിടേക്കും വഴിതിരിച്ചു വിട്ടിട്ടില്ല. ഇത്തരം ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ പോരായ്മകൾ ഉണ്ടായപ്പോൾ ലെഫ്റ്റ് നമ്മൾ വലത്തോട്ട്, ഇടത്തോട്ട്, യൂട്ടേൺ അടിക്കണമേ യൂട്ടേൺ അടിച്ച്, അങ്ങനെ കൃത്യമായിട്ട് വണ്ടി ഈ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഡ്രൈവർമാർ ഓടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഓടിക്കുമ്പോൾ ചില ഡ്രൈവർമാർക്ക് അത് ഇഷ്ടപ്പെടൂല. കാരണം ഞാൻ ഉണ്ടാകുമ്പം ഇവിടെ വേറൊരു ഡ്രൈവർ ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൂട്ടിലൂടെ പോകാം. അല്ല, വണ്ടി എവിടെയും തട്ടാതെ നേരായി വാഹനത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുതിർന്ന പരിചയ സമ്പന്നരായ ഡ്രൈവർമാര് പറയുന്നതിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തിനും പറഞ്ഞിട്ടുള്ളത്. ഒരു വണ്ടിക്ക് 2 ഡ്രൈവർ എന്ന് ശരിയല്ല. ഒരു വണ്ടിക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ചില ഡ്രൈവർമാരുണ്ട്, അവരാ വാഹനത്തെ കൊണ്ടുപോകണം. ഇത് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയല്ല. ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിക്ക് 2 ഗിയറും 2 ബ്രേക്കൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഓടിക്കുന്ന ആൾ അശ്രദ്ധ വന്നാൽ വേറെ ഒരാൾ ബ്രേക്ക് ചവിട്ടും. ഇവിടെ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ, ഇതിന്റെ 1ാമത്തെ ഡ്രൈവർ പരിശുദ്ധമായ കോഴിക്കോട്ടെ വരക്കൽ മഖാമിൽ അന്തിയിറങ്ങുന്ന
മഹാനായ സയ്യിദ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരിങ്ങോട്ട് മുതൽ ഓടിക്കാൻ തുടങ്ങിയ വാഹനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അതിലാര് കയറിയാൽ രക്ഷപ്പെടും. ആ വാഹനത്തിന് ഒരു കോട്ടുണ്ടാകൂല. ആ വാഹനത്തെ, ആ വഴികളെ അവഗണിക്കപ്പെടുന്നവരാരോ അവർക്കാണ് പരാജയം ഉണ്ടാകുക എന്ന് പറഞ്ഞ മഹാരഥന്മാരായ അഹ്ലു ബൈത്ത്, മഹത്തുക്കളായ സാദാത്യങ്ങൾ, അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ മഹത്തുക്കളായ പണ്ഡിതന്മാർ, അവര് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ മഹത്തായ സംഘടന ഒരിക്കലും തന്നെ ഒരു പിഴവിന്റെ മാർഗത്തിലേക്ക്, വ്യതിചരിച്ച മാർഗത്തിലേക്ക് നമ്മ ആരെയും കൊണ്ടുപോകുകയില്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ മക്ക കരുത്തു പകർന്ന് അതിന്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളോട് പരിപൂർണമായും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും SKSF എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥി സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് വിദ്യാർത്ഥികൾ വിപർചിന്തകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് നിരീശ്വരവാദങ്ങൾ, ഉയർന്ന ചിന്തകളൊക്കെ വളർന്നു വരുന്നൊരു കാലഘട്ടം. അതിലേക്ക് പോകാനുള്ള ഒരു ഗേറ്റാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ ബിദ്അത്തിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പോകരുത് എന്ന് നമുക്ക് ശാഠ്യമുള്ളത് കൊണ്ട്, നിർബന്ധമുള്ളത് കൊണ്ട് SKSF ആദർശപരമായ മുന്നേറ്റങ്ങളും അതിന്റെ പരിപാടികളും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്താണ് SKSF നമ്മൾ എല്ലാ യൂണിറ്റുകളിലും മധുരമാണ്, ഇസ്ലാമിനെ സംബന്ധിച്ച് മതം മധുരമാണെന്നൊരു ക്യാമ്പയിൻ നമ്മൾ നടത്തി. എന്തായിരുന്നു ലക്ഷ്യം? മതത്തിനെ പറ്റി ജനങ്ങളെ, ചെറുപ്പക്കാർ ഉത്ബോധിപ്പിക്കുക. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് മതത്തിന്റെ യഥാർത്ഥമായ വഴികൾ പറഞ്ഞു കൊടുക്കുക. അവർ ലിബറൽ ചിന്താധാരകളിലേക്ക്, യുക്തിവാദങ്ങളിലേക്ക്, നിരീശ്വരവാദങ്ങളിലേക്ക് അവർ പോകാൻ പാടില്ല. അതിനെതിരെ കഴിഞ്ഞ ഒരുപാട് മാസക്കാലം നീണ്ട ക്യാമ്പയിൻ നടത്തി, മതം മധുരമാണെന്ന ക്യാമ്പയിൻ നടത്തിയ സംഘടനയാണ് SKSF. ചിലരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നിരീശ്വരവാദത്തെ പറ്റി പറയുന്നില്ല. SKSF എന്ന് പറയുന്ന സംഘടന സമസ്ത കേരള ജംഇയ്യത്തിന്മയും അത് വളരെ കൃത്യമായി പറയേണ്ട സന്ദർഭങ്ങൾ പറയേണ്ടതുപോലെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സമസ്ത കേരള ജംഇയ്യത്തിന്മയുടെ ആശീർവാദത്തോടുകൂടെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ സംഘടന ഇന്ന് വളർന്ന് പന്തലിച്ച് വലുതായി. അൽഹംദുലില്ലാഹ്, ഒരുപാട് വിങ്ങുകളും ഉപവിങ്ങുകളുമായി SKSF പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ SKSFന്റെ സർഗലയം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിലെ സർഗലയം ഇൻഷാ അല്ലാഹ് ഈ മാസം 26, 27, 28, 29 തീയതികൾ കണ്ണൂരിലെ സർ സയ്യിദ് കോളേജിൽ തളിപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ്. മേഖലാ തലത്തിൽ നടന്നു, ജില്ലാ തലങ്ങൾ നടന്നു, ശാഖകൾ നടന്നു, ക്ലസ്റ്റർ നടന്നു. അൽഹംദുലില്ലാഹ്, ഇനി അങ്ങോട്ട് സംസ്ഥാന സർഗലയും ദേശീയ സർഗലയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സർഗലയും ഒക്കെ നടക്കാനിരിക്കുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. വിഖായ വിങ്ങിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു, സഹചാരി പ്രവർത്തിക്കുന്നു, സത്യധാര എന്ന് പറയുന്ന നമ്മുടെ മുഖപത്രം പ്രവർത്തിക്കുന്നു. അതുപോലെ ഗൾഫിൽ പ്രത്യേകമായ ഗൾഫ് സത്യധാര പ്രവർത്തിക്കുന്നു. കുടുംബിനികൾക്ക് വേണ്ടി ഇസ്ലാമിക് ഫാമിലി ക്ലസ്റ്റർ എന്ന IFC എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നു. ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി SKSFന്റെ ക്യാമ്പസ് വിങ് പ്രവർത്തിക്കുന്നു. നമ്മുടെ മഹല്ലുകളിലുള്ള ഇസ്ലാമിക ആശയത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ ധാർമ്മികതയിൽ നിന്ന് വ്യതിചലിക്കുന്ന എല്ലാ ആളുകളെയും ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടി ഇബാദ് എന്ന് പറയുന്ന സംഘം ഈ SKSFന്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. ആനുകാലിക വിഷയത്തിലൊക്കെ ഇടപെടാൻ പ്രാപ്തരായ ആളുകളെ വളർത്തിയെടുക്കുന്ന ബഹുമാനപ്പെട്ട ഷുഐബ് ലൈത്തൻ പോലെയുള്ള നേതൃത്വം നൽകുന്ന മനീഷ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ദർസ് അറബി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തൊലബാവിങ് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഘടനാപരമായ കാര്യങ്ങൾക്ക് നിയന്ത്രിക്കും നേതൃത്വം നൽകുന്നതിനും ഓർഗാനിറ്റി എന്ന് പറയുന്ന സംവിധാനവും നമ്മുടെ സമൂഹത്തിലെ MBBS പോലെയുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്നവരും പഠിച്ചവരുമായ ഡോക്ടർമാർ, അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതിൽ പഠിച്ചവർക്ക് വേണ്ടിയൊക്കെ മീമ എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ തന്നെ ഇസ്ലാമിക സാഹിത്യ അക്കാദമി എന്ന പേരിൽ, ഇസ എന്ന പേരിൽ പ്രത്യേകമായ സാഹിത്യ മേഖലയിലുള്ള പ്രത്യേകമായ വിങ് പ്രവർത്തിക്കുന്നു. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ആശീർവാദത്തോടുകൂടെ വ്യത്യസ്തങ്ങളായ ശ്രദ്ധേയമായ ധാരാളം പ്രവർത്തനങ്ങൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കറിയാം. മണ്ണാർക്കാട് SKSFന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നു. ഈ വളാഞ്ചേരിക്കടുത്ത് ആദവനാട് സമസ്ത കേരള SKSFന്റെ കീഴിൽ ഒരു ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഒരു ഹിഫ്ള് കോളേജ് പ്രവർത്തിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ വെളിയങ്കോട്, തൊട്ടപ്പുറത്ത് വെളിയങ്കോട്
പെൺകുട്ടികൾക്ക് വേണ്ടി ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സിപ്പറ്റി എന്ന് പറയുന്ന ആദിയ എന്ന് പറയുന്ന പ്രത്യേകമായ കോഴ്സ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ SKSFന്റെ വിദ്യാഭ്യാസ വിങ്ങായ ട്രെൻഡിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ പ്രീ സ്കൂളുകൾ 90ഓളം വരുന്ന പ്രീ സ്കൂളുകൾ നടത്തുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും വളരെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തി സമൂഹത്തിന് ആവശ്യമായ സർവ്വതും നൽകിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു നിബന്ധനയുണ്ട്. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ആദർശമായിരിക്കണം. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തായിരിക്കണം. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയായിരിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ട്. അതിൽ നിന്ന് വ്യതിചലിക്കാതെ പരമാവധി ഈ സമൂഹത്തിന്റെ വഴി കാണിക്കുക എന്ന വലിയ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ നിർവഹിക്കുന്നത്. അതിനെ ശക്തിപ്പെടുത്തുക എന്ന ദൗത്യമാണ് SKSFന്റെ പ്രവർത്തകന്മാരായ നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ഏത് കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശിയാലും എത്ര മല പോലെയുള്ള പ്രയാസങ്ങൾ ഈ പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വന്നാലും ഇതിന്റെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്ക് ഒന്നും തിരികയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മഹാരഥന്മാരായ നേതൃത്വത്തിന് ആര് അവഗണിക്കാൻ മുന്നോട്ട് വന്നാലും, നിങ്ങൾ പയഞ്ചന്മാരാണെന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വന്നാലും, നമ്മൾ ഖുറാഫാത്തിന്റെ ആളുകളാണെന്ന് ബിദ്അത്തുകാർ അവർ ആണയിട്ട് പറയാൻ ശ്രമിച്ചാലും, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് മരിച്ച മഹാരഥന്മാരായ ആലിമീങ്ങളും സാദാത്യങ്ങളും ഒക്കെ നേതൃത്വം നൽകിയ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി പ്രതിസന്ധികളെ അതിജയിച്ചുകൊണ്ട് നമ്മുടെ ശാഖാതലങ്ങളിൽ, ക്ലസ്റ്റർ തലങ്ങളിൽ, മേഖലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നമുക്ക് നിർവഹിക്കേണ്ട ഇടപെടേണ്ട എല്ലാ മേഖലയും ഇടപെട്ടുകൊണ്ട് ആനുകാലികമായി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും നമ്മൾ പെട്ടുപോകാതെ നമ്മുടെ ദൗത്യങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ സംഘടനാപരമായിട്ടുള്ള നയങ്ങളും തീരുമാനങ്ങളും പദ്ധതികളുമൊക്കെ വിജയിപ്പിക്കാൻ എല്ലാവരും ശക്തമായി രംഗത്തിറങ്ങി മുന്നോട്ട് വരണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി മരണം വരെ ഇഖ്ലാസോടുകൂടെ സേവനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഈ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ മേഖല ട്രഷറർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസിയുടെ ഉപ്പ അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ട ഹുസൈൻ അത്തിപ്പറ്റയുടെ ഉപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ചും അൽഹംദുലില്ലാഹ് നമ്മുടെ വളാഞ്ചേരി മേഖലയുടെ വലിയൊരു സൗഭാഗ്യമാണ് മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ സാന്നിധ്യമുള്ള ഒരു നാട് എന്നത്. അല്ലാഹു തആല അവിടുത്തെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. അവിടുത്തെ ദർജ അല്ലാഹു തആല ഉയർത്തട്ടെ. അവിടുന്ന് നമ്മളോട് ഉത്ബോധിപ്പിച്ചത് നിങ്ങൾ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. എല്ലാ സമയത്തും നമ്മളോട് പറഞ്ഞത് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. അവരുടെ ആഗ്രഹം കൊണ്ട് ആയിരിക്കാം അൽഹംദുലില്ലാഹ് ഇങ്ങനെ നമ്മുടെ സ്ഥാപന സംബന്ധിയായ ചില പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒക്കെ നേതൃപരമായി വളർന്നു വന്ന ഗ്രേസ് വാലി എന്ന് പറയുന്ന ആ സ്ഥാപനം അൽഹംദുലില്ലാഹ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ നടത്തുന്ന SNEC എന്ന് പറയുന്ന കോഴ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഇവിടെ അടുത്ത് നന്ദി ഉറങ്ങുന്ന മഹാനായ മുൻ സമസ്തയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട അസ്സരി തങ്ങൾ അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല അവരോടുകൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട അസ്സരി തങ്ങളും മഹാനായ അത്തിപ്പറ്റ ഉസ്താദും ഒക്കെ അന്തി ഉറങ്ങുന്ന അവിടെ നേതൃപരമായ പങ്കാളിത്തം ലഭിച്ച ഒരു മേഖല എന്ന നിലയ്ക്ക് നമ്മൾ വളരെ സൗഭാഗ്യം ചെയ്തവരാണ്. അവരൊക്കെ നമ്മളോട് പറഞ്ഞ് നിർദ്ദേശിച്ച ഈ വിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ആശയാദർശത്തിലൂടെ മരണം വരെ അടിയുറച്ചെന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന 3-ാം തീയതി അത്തിപ്പറ്റ ഫത്ഹുൽ ഫത്താഹിൽ വെച്ച് SKSF ഇബാദ് വിങ്ങിന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ഇഷ്ക് മജ്ലിസ് നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ആ പരിപാടിയിൽ അവിടെ എത്തിച്ചേരുകയും ആ പരിപാടി വമ്പിച്ച വിജയമാക്കുകയും ഇബാദ് നടത്തുന്ന ഇഷ്ക് മജ്ലിസിൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടനം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി നിർവഹിച്ചത് അറിയിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് വആഖിറു ദഅ്വതി അൽഹംദുലില്ലാഹ്. വസിക്കും ബിദ്ദുആ. നമ്മുടെ സംസ്ഥാന സർഗലയം 27, 28, 29 തീയതികളിൽ
കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ പ്രവർത്തകന്മാരും ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുകയും നമ്മുടെ ഓരോ മേഖലയിൽ നിന്നും ആ മത്സരത്തിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളെ അതിന് സംസ്ഥാന മത്സരത്തിലേക്ക് നിങ്ങൾ പ്രാപ്തരാക്കുകയും അതിൻ്റെ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യണമെന്ന് കൂടെ ഒരിക്കൽ കൂടെ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.